കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാനൊരു പാൻ എടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് റവ ഇടുകയാണ്. ഞാനിവിടെ ദാണ്ട റവ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് റവ ഇടുകയാണ്. റവ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആശീർവാദിൻ്റെ റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് അവിലൂടെ ചേർത്തിട്ടുണ്ട്. അതും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിവിടെ ശർക്കര പാനിയാണ്. നമുക്കിത് കുറേശ്ശെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തണുക്കുമ്പോൾ കൈവച്ച് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കണം. ഇവിടെ വേറൊരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് വെള്ളം തിളയ്ക്കാറായി. അതിനകത്തേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് നെയ്യോട് ഒഴിക്കുക. നെയ്യോട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് റവ കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കിയെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. കുറേശ്ശെയിട്ട് ഇളക്കിയെടുക്കാം. ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് തണുക്കട്ടെ. പുഴുങ്ങാൻ ആവശ്യമുള്ള ഇഡ്ഡലിത്തട്ട് ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ശരിയാക്കി വെച്ച മാവ് ഇതിനകത്ത് ഇങ്ങനെ പരത്തണം. പരത്തിയിട്ട് നമ്മൾ മധുരമൊക്കെ ചേർത്ത് വെച്ചിരുന്ന ആ റവ വെച്ചിരുന്നില്ലേ, അത് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുളയാക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ നടുക്കിങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യണം. ഇവിടെ എല്ലാം ഞാൻ വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങാം. ഇത് ഇലയിൽ പൊതിഞ്ഞത് നമുക്ക് ഓരോന്നെടുത്ത് ഇഡ്ഡലിത്തട്ടിലോട്ട് വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നെടുത്ത് പുഴുങ്ങി എടുക്കാം. എല്ലാ ഇഡ്ഡലിത്തട്ടിലോട്ട് നമുക്കിത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടിലോട്ട് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിത് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലൊക്കെ വറുത്ത് കോരുന്നതിനെക്കാട്ടിയും നല്ല ഇതല്ലേ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന പലഹാരങ്ങൾ. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. മധുരമൊക്കെ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. നല്ല പലഹാരമാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ കൊള്ളാം. ചായയുടെ കൂടെ നമുക്കും കഴിക്കാം.